ഹായ് കൂട്ടുകാരെ, ഭഗവതി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ മുരിങ്ങയില കറിയാണ് കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കറിയാണ് മുരിങ്ങയില. കുറേ ദിവസമായി മുരിങ്ങയില കറി കൂട്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ, അതുകൊണ്ട് പ്രത്യേകിച്ച് ഞാനൊന്നും പറയുന്നില്ല. മുരിങ്ങയിലയ്ക്ക് വേണ്ട സാധനങ്ങളാണ് ഞാനിവിടെ കാണിച്ചു തരാം കേട്ടോ. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, 2-3 ചെറുള്ളി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, പിന്നെ പരിപ്പ്, വറ്റൽമുളക്, കുറച്ച് സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുരിങ്ങയില നമുക്ക് നേരാക്കി വരാം. ഇതങ്ങനെ ഇരിക്കുകയാണ്. ഒന്ന് ഊരി കഴുകിയിട്ട് വരാം. ഒപ്പം പരിപ്പും വേവിച്ചിട്ട് വരാം കേട്ടോ. മുരിങ്ങയുടെ ഇല ഊരി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം കുക്കറിൽ പരിപ്പും വേവിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്ത് ഈ കൂട്ടുകൾ അരച്ചെടുക്കാൻ പോവുകയാണ്. തേങ്ങ, ജീരകം, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂട്ടി അരപ്പ് റെഡിയാക്കിയിട്ട് വരാം. തേങ്ങ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ അടുത്ത പരിപാടി മുരിങ്ങയുടെ ഇല പരിപ്പിലോട്ട് ഇടുക. വെന്ത് കഴിഞ്ഞിട്ടുണ്ട് പരിപ്പ്. പരിപ്പ് നല്ലോണം വെന്ത് കഴിഞ്ഞു. ഇനി മുരിങ്ങയില അതിലോട്ട് ഇട്ട് കൊടുക്കാം. മുരിങ്ങയുടെ ഇല അധികം വേവിക്കുന്നില്ല ഞാൻ. ഫ്രണ്ട്സ്, നിങ്ങളെ എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല കേട്ടോ. എൻ്റെ രീതിയിലുള്ള മുരിങ്ങയിലയാണ് കറിയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാനൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കുറ്റങ്ങളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ കൂട്ടുകാരെ. എനിക്ക് അറിയുമ്പോൾ ഇടുന്നൊരു വീഡിയോ ആണേ. അപ്പോൾ ചെറുതായിട്ട് മുരിങ്ങയില വെന്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ എൻ്റെ അരച്ച് വെച്ച തേങ്ങ ഒഴിക്കുകയാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കറിയാണ് കേട്ടോ മുരിങ്ങയില. തോരനേക്കാൾ കൂടുതലും ഇഷ്ടം മുരിങ്ങയില കറിയാണേ. അങ്ങനെ ഞാൻ തേങ്ങ ഒഴിക്കുകയാണ് കേട്ടോ. ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ മാറ്റി വെച്ചു കേട്ടോ. ഇനി ഇതിലോട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വറ്റൽമുളകും ഇനി കുറച്ച് സവാള അരിഞ്ഞ് വെച്ചതും ചേർക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ചട്ടിയിലോട്ടാണ് കേട്ടോ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. ഇനി വറ്റൽമുളകും സവാളയും ഒന്ന് മൂപ്പിക്കാം. എണ്ണയിലോട്ട് വറ്റൽമുളകും ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂപ്പായി കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇലയോട്ട് ചേർത്ത് കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കമൻറ്റും ചെയ്യണേ. അങ്ങനെ എൻ്റെ വറ്റൽമുളകും ഉള്ളിയും വഴന്നു ചുമന്ന കളറായിട്ടിട്ടു. അത് ഞാൻ ഈ മുരിങ്ങയുടെ ലോട്ട് ചേർത്തു.
മുരിങ്ങയിലക്കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ മുരിങ്ങയുടെ കറി. അപ്പോൾ ഓക്കെ, ബായ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.